വാർത്തയിലേക്ക് തിരികെ പോകുമ്പോൾ IPL മത്സരങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. IPL മത്സരങ്ങൾക്ക് സുരക്ഷാ പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. വിദേശ താരങ്ങളടക്കം IPL മത്സരങ്ങളുടെ ഭാഗമാണ്. മാത്രവുമല്ല, സ്റ്റേഡിയങ്ങളിൽ 10,000-കണക്കിന് ആളുകളാണ് മത്സരങ്ങൾ കാണുവാൻ എത്തുന്നത്. അത്തരം സ്റ്റേഡിയങ്ങൾക്ക് ആ ഘട്ടത്തിൽ സുരക്ഷ ഉറപ്പാക്കുക എന്നത് വലിയ വെല്ലുവിളിയാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നമുക്കറിയാം, മോക്ക് ഡ്രിൽ അടക്കം നടത്തുമ്പോൾ വൈദ്യുതി വിളക്കുകൾ അണച്ചുകൊണ്ട് അങ്ങനെ ഏത് ഭൂപ്രദേശം എന്ന് പാകിസ്ഥാന് മനസ്സിലാക്കുന്നതിനുള്ള അവസരമടക്ം നൽകരുത് എന്ന് ഇന്ത്യ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സജിത്ത് തന്നെയാണ് തുടരുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സജിത്ത്, IPL മത്സരങ്ങൾ മാറ്റിവെക്കുന്നു, അത് ഔദ്യോഗികമായി തന്നെ BCCI വ്യക്തമാക്കിയിട്ടുണ്ടോ? ഇതിൽ വ്യക്തത ICCയുടെ ഒരു വ്യക്തത കൂടി വരേണ്ടതുണ്ട്. എന്നിരുന്നാലും BCCI അധികൃതർ ഇതിനകം തന്നെ നൽകുന്ന സൂചന ഇങ്ങനെയാണ്: മത്സരങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു. രാജ്യം ഒരു സുപ്രധാനമായ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ക്രിക്കറ്റ് മത്സരം നടത്തുന്നത് ഉചിതമല്ല എന്ന തീരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇതിന് മറ്റൊരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കാം. ചില തന്ത്രപ്രധാനമായ മത്സരങ്ങൾ നടക്കേണ്ട ഇടങ്ങളിൽ ചില അക്രമ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ധരംശാല പോലെ ഉള്ള ഇടങ്ങളിൽ അവിടങ്ങളിലെ മത്സരം മാറ്റിവെക്കുന്ന തീരുമാനം ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ അവിടെ മത്സരം നിർത്തിവെച്ചതും നമ്മൾ കണ്ടതാണ്. എന്തായാലും IPL മത്സരങ്ങൾ പോലെ ഉള്ള ഒരു സാഹചര്യം ഇപ്പോൾ നടത്തുന്നത് ഉചിതമല്ല എന്ന തീരുമാനത്തിലേക്ക് BCCI വന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇപ്പോൾ അത് ഉചിതമല്ല എന്ന തീരുമാനമാണ്. അതുകൊണ്ട് മത്സരങ്ങൾ ഉപേക്ഷിക്കുന്നു എന്നതാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് സ്പോൺസർമാരുമായും ഇതിൻ്റെ മറ്റു സംഘാടകരുമായുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നു എന്നതാണ് BCCI വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഒരു ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഉടൻ തന്നെ പുറത്തുവരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. IPL മത്സരങ്ങൾ തൽക്കാലം ഉപേക്ഷിക്കുന്നു. രാജ്യം സുപ്രധാനമായ ഒരു ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കേണ്ട സമയമല്ല ഇത് എന്ന തീരുമാനമാണ് രാജ്യത്തിൻ്റെ സർക്കാർ അധികൃതരുടെ ഭാഗത്തു നിന്നും. അത്തരം ആലോചനകളോ നിർദ്ദേശങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും തങ്ങളങ്ങനെ ഉചിതമായ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നു എന്നതാണ് BCCI അധികൃതർ നൽകുന്ന സൂചന. സ്വാഭാവികമായ തീരുമാനം ഉടൻ തന്നെ പ്രഖ്യാപിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് കരുതാം. അഭിലാഷ്, ഒരു കാര്യം കൂടി, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമുക്ക് ലഭ്യമായി വരുന്നു. ഇന്ത്യ പാക് യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ ഈ സൈബർ യുദ്ധം എന്ന ഒരു വലിയ പ്രതിസന്ധി മുന്നിലുണ്ട്. നമുക്കറിയാം, പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നു എന്ന സാഹചര്യത്തിൽ ഇന്ത്യയും അതീവ ജാഗ്രതയിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയിലെ ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇത്തരത്തിൽ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം, വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്യപ്പെട്ടേക്കാം എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിർമ്മലാ സീതാരാമൻ ധനമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് പ്രധാനപ്പെട്ട ഈ സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും സൈബർ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട യോഗം ചേരുകയാണ് വൈകിട്ട് എന്നതാണ് നമുക്ക് കാണുന്നതാണ്. പുതിയ കാലത്തെ യുദ്ധമുഖങ്ങളിൽ നേരിടേണ്ടി വരുന്ന ഒരു പുതിയ പ്രതിസന്ധിയാണ് ഇത്തരം സൈനിക നീക്കത്തിനപ്പുറം സൈബർ യുദ്ധങ്ങളും. പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ, സർക്കാരിന്റെ വിവിധ വകുപ്പുകളുടെ അക്കൗണ്ടുകളിലൊക്കെ ഹാക്ക് ചെയ്യപ്പെടുന്നത് നമ്മൾ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. സമാനമായി ഇപ്പോഴത്തെ സാഹചര്യവും അത്തരത്തിൽ നീങ്ങിയേക്കുമോ എന്നത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു ജാഗ്രതയിലേക്ക് ഇന്ത്യ കടക്കുന്നത് എന്നതാണ്. എന്തായാലും വൈകിട്ട് ധനമന്ത്രി യോഗം വിളിച്ചിട്ടുമുണ്ട്. അഭിലാഷ്, BSF തലവൻ ഇപ്പോൾ അജിത് ഡോവലുമായി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി അടക്കം കൂടിക്കാഴ്ച നടത്തുന്നു. അങ്ങനെ തന്ത്രപ്രധാനമായ കൂടിക്കാഴ്ചകൾ, നിർണായകമായ കൂടിക്കാഴ്ചകളാണ് രാജ്യ തലസ്ഥാനത്ത് തുടരുന്നത്. CISF തലവനും അജിത് ഡോവലും ഇരുവരും ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത്, അതിർത്തി പ്രദേശങ്ങളിൽ ഏത് തരത്തിലുള്ള സുരക്ഷയാണ് ഇനി തുടരേണ്ടത്, പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ, കടന്നുകയറ്റങ്ങളെ എങ്ങനെ ചെറുക്കാം എന്നത് സംബന്ധിച്ച നിർണായകമായ കൂടിക്കാഴ്ചകൾ, വിലയിരുത്തലുകൾ ആണ് നടക്കുക. അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തണമെങ്കിൽ അതിനുള്ള ഒരുക്കങ്ങൾ, ഇതെല്ലാം രാജ്യം സസൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഒപ്പം എല്ലാ തയ്യാറെടുപ്പുകളും ഒരു ഭാഗത്ത് നടക്കുന്നു. അതിനിടയിലാണ് IPL മത്സരങ്ങൾ ഇപ്പോൾ ഉപേക്ഷിച്ചു എന്ന നിലയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ധരംശാലയിൽ നടന്ന മത്സരം പാതി എത്തി നിൽക്കുമ്പോൾ ആയിരുന്നു ആ മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നത്. കൂടുതൽ ആക്രമണ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ആ പ്രദേശത്ത് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ മത്സരം റദ്ദാക്കപ്പെട്ടത്. ഇപ്പോഴിതാ IPL മത്സരങ്ങൾ ഒന്നാകെ ഉപേക്ഷിക്കുന്നു എന്നുള്ള വിവരം ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കനത്ത ജാഗ്രത തുടരുക തന്നെയാണ്. അത് പഞ്ചാബിലും ഹരിയാനയിലും മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങൾക്കടക്കം വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത്. രാജ്യം ഒറ്റക്കെട്ടായി തീവ്രവാദത്തിനെതിരെ നിലപാടെടുക്കുന്ന സാഹചര്യം, സമയമാണ് കടന്നുപോകുന്നത്. ഇടവേള.